ഓഫീസിൽ ഏജന്റായി എങ്ങനെ ജോലി നേടാം? വെറും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതിയാകും. വാർഷിക വരുമാനം 5.5 ലക്ഷം രൂപ. എലിജിബിലിറ്റി, ആപ്ലിക്കേഷൻ പ്രോസസ്, ട്രെയിനിങ്, ബെനിഫിറ്റ്, ചാലഞ്ചസ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ് വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ബോസ് വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമ്മളുടെ ചാനലിൽ നിരവധി പോസ്റ്റ് ഓഫീസ് റിലേറ്റഡ് ലോൺസ്, അതുപോലെ തന്നെ പല പല സ്കീമുകൾ എന്നിങ്ങനെ നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഒക്കെ താഴെ വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു കമന്റ് ആണ്, പോസ്റ്റ് ഓഫീസ് ഏജന്റായി ജോലി നേടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു പ്രോസസ്സ് ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ള നിരവധി കമന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് പോസ്റ്റ് ഓഫീസിൽ ഏജന്റായി ജോലി നേടാൻ സാധിക്കുന്നത്, എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, ക്വാളിഫിക്കേഷൻ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാറ്റഗറീസ് ഓഫ് ജോബ്സ് ആണുള്ളത്, എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തിന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പോസ്റ്റ് ഓഫീസ് ഏജന്റ്സ്. അതായത് ഈ ഒരു ഏജന്റുമാരെ തന്നെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ പാർട്ടാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നതാണ് സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഓഫീസ് ഏജന്റ്. സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഓഫീസ് ഏജന്റുമാരുടെ പ്രധാനപ്പെട്ട റോൾ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിരവധി സേവിംഗ് സ്കീംസ്, അതുപോലെ തന്നെ പല പല പ്ലാൻസ് ആ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഓഫേഴ്സും അതുപോലെ തന്നെ ആ ഒരു സ്കീമിനെയും പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. നാഷണൽ സേവിംഗ് സ്കീം, കിസാൻ വികാസ് പത്ര, റെക്കറന്റ് ഡെപ്പോസിറ്റ് എന്നിങ്ങനെയുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സ്കീംസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട റോൾ ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഓഫീസ് ഏജന്റുമാരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു പോസ്റ്റ് ഓഫീസിൽ ഒരു പുതിയതായി ഒരു സാധാരണക്കാരൻ ഒരു പോസ്റ്റ് ഓഫീസിൽ പോവുകയാണെങ്കിൽ അത് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സ്കീം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നേടണമെന്ന് ആഗ്രഹമായി അവിടെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും. പക്ഷേ അത്തരത്തിൽ വരുന്ന ആളുകളെ സഹായിക്കുക എന്നതാണ് ഇവരുടെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള സേവിംഗ് സ്കീമിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ് ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോം ഉണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യാൻ അവരെ സഹായിക്കുക, അവരുടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നതും അവരുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്തരത്തിൽ കസ്റ്റമേഴ്സിനെ സഹായിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നിവയെല്ലാം പോസ്റ്റ് ഓഫീസിൽ കൃത്യമായി സമർപ്പിക്കുക എന്നതും മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 4 ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസ് ഏജന്റുമാരാണുള്ളത്. ആദ്യത്തേത് സ്റ്റാൻഡേർഡ് പോസ്റ്റ് ഓഫീസ് ഏജന്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലോട്ട് കടക്കാം, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്. ഇനി നമുക്ക് ഈ ഏജന്റുമാരുടെ റോൾ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് നിരവധി തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീംസ് എടുക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ കസ്റ്റമേഴ്സിന് വിൽക്കുക, അവർക്ക് ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ആ ഒരു ഇൻഷുറൻസ് എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയായി നൽകപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഏജന്റുകൾ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിനെയാണ്. അവർക്കുള്ള ഇൻഷുറൻസ് അവരെ കൊണ്ട് അത് എടുപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ചുമതല. എന്നാൽ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഏജന്റുമാർ ചെയ്യുന്നത് സാധാരണ ജനങ്ങളെ, റൂറൽ ആയിട്ടുള്ള ജനങ്ങളെ കൊണ്ട് ഇൻഷുറൻസ് കവറേജ് എടുപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ചുമതല. ഇനി നമുക്ക് ഇവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, നിരവധി ഇൻഷുറൻസ് സ്കീം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കസ്റ്റമർക്ക് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് ചൂസ് ചെയ്യാൻ അവരെ സഹായിക്കുക എന്നതും മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ പോളിസി ഇൻഷുറൻസ്, പ്രീമിയം കളക്ഷൻ, ക്ലെയിം എന്നിവയിലെല്ലാം കസ്റ്റമറിന്റെ കൂടെ നിന്ന് സഹായിക്കേണ്ടതും ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമത്തെ സെക്ഷനാണ് മഹിളാ പ്രധാൻ ക്ഷത്രിയ ബജാറ്റ് യോജന ഏജന്റ്. ഈ ഒരു സെക്ഷനിൽ ഏജന്റുമാർ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെയും കുട്ടികളെയും സഹായിക്കാനാണ്. നമുക്കറിയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പലതരത്തിലുള്ള സേവിംഗ് സ്കീംസ് പോസ്റ്റ് ഓഫീസിലുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു സ്കീംസിനെ
സ്ത്രീകൾക്കും കുട്ടികൾക്കും കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു ഏജന്റുമാരുടെ പ്രധാനപ്പെട്ട ചുമതല. ഇവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നമുക്കിനി നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ പോസ്റ്റ് ഓഫീസ് സ്കീമാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സുകന്യ സമൃദ്ധി യോജന, അതുപോലെ തന്നെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നിവ പോലുള്ള സ്കീമുകളിലേക്ക് ആളുകളെ എത്തിക്കുക. ആ സ്കീം എന്താണെന്ന് ആളുകൾക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് അപ്ലൈ ചെയ്യുന്നതിനായി അവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക എന്നിവയെല്ലാം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ സേവിങ്സ് കൂടുതൽ ഉയർത്തുന്നതിനും ഈ ഒരു പദ്ധതിയിൽ എങ്ങനെ ചേരാമെന്നുള്ള കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, മന്ത്ലി എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഒരു തുക പിൻവലിക്കേണ്ടത് എന്നിങ്ങനെയുള്ള മുഴുവനായ കാര്യങ്ങളും ആ ഒരു സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇത് എടുപ്പിക്കുക എന്നതാണ് ഈ ഒരു ഏജന്റുമാരുടെ പ്രധാനപ്പെട്ട ചുമതല. ഇനി നമുക്ക് 4ാമത്തെ സെക്ഷനിലോട്ട് പോകാം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഏജന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. അതെന്താണെന്നും അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുമുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാത്തവർക്ക് ആ ഒരു വീഡിയോ എടുത്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ സുകന്യ സമൃദ്ധി യോജന എന്താണ്, പോസ്റ്റ് ഓഫീസിലെ വിവിധ സ്കീമിനെ കുറിച്ച് നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് കണ്ട് ഈ ഒരു സ്കീംസിന്റെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിൽ ഏജന്റ് ആയി എങ്ങനെ ജോലി ചെയ്യാം, ഏതൊക്കെ തരത്തിലുള്ള ഏജന്റ് ാണ്, എന്തൊക്കെ ജോലിയും റെസ്പോൺസിബിലിറ്റിയുമാണ് അവർക്കുള്ളതെന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 4ാമത്തെ സെക്ഷൻ ആണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഏജന്റ്. ഇവരുടെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർ, നമ്മൾ പറഞ്ഞു സീനിയർ സിറ്റിസന് വേണ്ടിയുള്ള ഒരു സ്കീമാണിത്. അപ്പോൾ അവർക്ക് ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എങ്ങനെയാണ് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക, ഈ ഒരു സ്കീമിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു റോളായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് നേടാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഇതിൽ നിന്ന് പണം പിൻവലിക്കുന്നത് എന്നിങ്ങനെയുള്ള കൃത്യമായ A to Z കാര്യങ്ങൾ ആ ഒരു സീനിയർ സിറ്റിസനെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഫുൾ സപ്പോർട്ടും അവർക്ക് എല്ലാ സഹായങ്ങളും നൽകുക എന്നതാണ് ഇവരുടെ ഒരു പ്രധാന ചുമതല. നമ്മൾ ഇപ്പോൾ ഇത്ര സമയം പറഞ്ഞത് ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസ് ഏജന്റുമാരാണ്. ഇപ്പോൾ 4 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ജോലിക്കായി പോസ്റ്റ് ഓഫീസ് ഏജന്റ് എന്ന ജോലിക്കായി അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ജോലിക്കായി അപ്ലൈ ചെയ്യേണ്ട വിദ്യാഭ്യാസ യോഗ്യതയായി പറയുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ് ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് ഈ ഒരു ജോലിക്കായി അപേക്ഷിക്കാവുന്നതാണ്. കാരണം നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം ബേസിക് ആയിട്ടുള്ള എഴുതാനും വായിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടാകും. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു മാനദണ്ഡമായി പറയുന്നത്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ പ്രായപരിധി എന്താണെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ജോലിക്കായി അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഈ ഒരു ജോലിക്കായി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിലും 18 മുതൽ 50 വരെ പ്രായപരിധിക്കുള്ളിലുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ആണ് പറഞ്ഞത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം നേടുക എന്നതാണ്. അതിലേക്ക് 2 വഴികളാണുള്ളത്. ഒന്നുകിൽ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങാവുന്നതാണ്, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഇന്ത്യ പോസ്റ്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 2ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഫോം ഫിൽ ചെയ്യുക എന്നതാണ്. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, പ്രീവിയസ് എക്സ്പീരിയൻസ്, അതർ ഇൻഫോർമേഷൻ എന്നിവയെല്ലാം നൽകി ആ ഒരു ഫോം നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നീ ഡോക്യുമെന്റ്സുകളും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനോടൊപ്പം നൽകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ്, നമ്മളുടെ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്, ID പ്രൂഫും ആധാർ കാർഡും ഒക്കെ നൽകിയതിനു ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. 5ാമത്തെ സ്റ്റെപ്പാണ് പേ ആപ്ലിക്കേഷൻ ഫീസ്. ചില പോസ്റ്റൽ റീജിയണിൽ ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടി വരും. അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ അത്തരത്തിൽ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം തന്നെ അന്വേഷിക്കുക. അത്തരത്തിൽ നൽകേണ്ടി വന്നാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫീസും നിങ്ങൾ നൽകേണ്ടതുണ്ട്. പിന്നെ 6ാമത്തെ സ്റ്റെപ്പാണ്
await സ്ക്രീനിങ് ആൻഡ് സെലക്ഷൻ. ഇതിൽ ആദ്യം തന്നെ ഒരു ഇനിഷ്യൽ സ്ക്രീനിങ് ഉണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ നമ്മളുടെ സ്ക്രീനിങ്, റിട്ടേൺ എക്സാം, ഇന്റർവ്യൂ, ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ജോലിക്ക് എലിജിബിൾ ആവുകയാണ്. നമ്മൾക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സർട്ടിഫിക്കറ്റും നേടാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഏതൊക്കെ തരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് ഏജന്റ് ജോലികളാണുള്ളത്, ആ ജോലിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ പ്രോസസ് ആണ് ഉള്ളത്, എന്തൊക്കെ എലിജിബിലിറ്റി ആണ് വേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കോമന്റ്സിൽ സംശയങ്ങൾ ചോദിച്ച എല്ലാവർക്കും ആ ഒരു സംശയം ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസിൽ ഏജന്റായി ജോലി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെന്ററിനെ ഡയറക്റ്റായി വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ വീഡിയോസും ചെയ്യാവുന്നതാണ്. Bosswala. Be the boss.